വനിതാ സംരംഭകർക്കായി 3,14,00,000 രൂപ വായ്പ വിതരണം ചെയ്ത് കോട്ടപ്പുറം കിഡ്സ് ലോക വനിതാ ദിനം ആഘോഷിച്ചു. വനിതാ സംരംഭകരെ ശക്തിപ്പെടുത്തുന്നതിനായി 3,14,00,000 രൂപയുടെ വായ്പ വിതരണം ചെയ്ത് കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി ലോക വനിതാ ദിനം ആഘോഷിച്ചു. സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ പള്ളി പാരിഷ് ഹാളിൽ മാർച്ച് 7 നടന്ന ചടങ്ങിൽ കോട്ടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഇന്റർനാഷണൽ വിമൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ധീരരായ ശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള വനിതകളെ ആദരിക്കുകയാണ്, അവരെ ഓർക്കുകയാണ്. ഏവർക്കും എല്ലാ നന്മകളും നേരുമ്പോൾ ഇതൊരു ആഘോഷം മാത്രമല്ല, നമ്മെ സ്വാധീനിക്കുവാനുള്ള, നമ്മെ ശക്തിപ്പെടുത്തുവാനുള്ള ഒരു സുദിനമായി തീരട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ശ്രീമതി മിനി ആന്റണി IAS നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്നത് താൻ കടന്നു വന്ന മേഖലകളിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുവാൻ തനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ എല്ലാവരെയും സ്വാധീനിക്കുകയും നേരത്തെ സ്വാഗതം ആശംസിച്ചപ്പോൾ നിമിഷം പറഞ്ഞതുപോലെ ഒരു വൈദികൻ ഇത്രയും പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തിക്കൊണ്ട്, അതൊരു വൈദികൻ മാത്രമല്ല, എവിടെയൊക്കെ സമൂഹത്തിൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ഈ മിനി ആന്റണി നമ്മോട് പറയുന്നത് വനിതകൾ അവർ മുന്നോട്ട് വന്ന് ഒരുപാട് പ്രവർത്തിക്കുവാനുണ്ട്, ധീരമായ ശക്തിയുള്ളവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഈ സാന്നിധ്യം തന്നെ വലിയ അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് മുഖ്യ അതിഥിയായി നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന കുമാരി ആഗ്രാമോഹൻ നമ്മോട് പറയുന്നത്, എനിക്കും ഉള്ള കഴിവുകൾ ഞാൻ പുറത്തെടുത്ത്, അത് എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുത്ത് മറ്റുള്ളവർക്ക് ആശയവും അതുപോലെ സഹായം ചെയ്യുവാനായിട്ട് എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ട്. ആയതിനാൽ നമ്മോട് ഓരോരുത്തരും പറയുന്നത്, നമുക്കെല്ലാവർക്കും കഴിവുകളുണ്ട്, ഈ കഴിവുകളൊക്കെ പുറത്തെടുക്കുവാനായിട്ട് അത് ചെറുതെന്നോ വലുതെന്നോ നോക്കാതെ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തിയും പ്രവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം കിഫ്ബി അഡീഷണൽ CEO ശ്രീമതി മിനി ആന്റണി IAS ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കുന്ന നമ്മളെ തീർച്ചയായിട്ടും ഒരു വലിയ ഭാവിയിലേക്ക്, ഒരു പ്രകാശം നിറഞ്ഞ ഭാവിയിലേക്ക് സ്വപ്നം കാണുന്നവരാക്കാൻ ധൈര്യമുള്ളവരാക്കട്ടെ ഈ ദിവസം എന്നും ആശംസിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു യുവ കവയിത്രി എഴുതിയ ഒരു ചെറിയ കവിത വായിക്കുകയായിരുന്നു. അതിങ്ങനെയാണ്: ഞാൻ ഇനി എൻ്റെ പൂർവികരെ കുറിച്ച് പറയാം. മുത്തശ്ശൻ കൊല്ലിനും കൊലയ്ക്കും അധികാരമുണ്ടായിരുന്ന, ഭൂപ്രദേശങ്ങളേറെ സ്വന്തമായി ഉണ്ടായിരുന്ന വലിയ ജന്മി, പേര് കേട്ട ഒരു വലിയ താവലിയുടെ അമരക്കാരൻ. അപ്പൂപ്പൻ സ്വാതന്ത്ര്യ സമര സേനാനി, സംഘാടകൻ, സാംസ്കാരിക പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ്. അച്ഛൻ പേരുകേട്ട പ്രൊഫസർ, സാക്ഷരതാ പ്രവർത്തകൻ, പരിസ്ഥിതി പ്രവർത്തകൻ, ഒരുപാട് മികച്ച പ്രസ്ഥാനങ്ങളുടെ അമരക്കാരൻ. അപ്പോൾ മുത്തശ്ശി, അമ്മൂമ്മ, അമ്മ, അവരൊക്കെ പെണ്ണുങ്ങൾ മാത്രമായിരിക്കില്ലേ?
ചരിത്രത്തിൽ മുത്തശ്ശനും അച്ഛനും അപ്പൂപ്പനും ഒക്കെ വ്യത്യസ്തമായ പദവികൾ, സാമൂഹ്യ പദവികൾ അനുവദിച്ചു കൊടുക്കുന്ന ചരിത്രം മുത്തശ്ശിയെയും അമ്മയെയും അമ്മയെയും ഒക്കെ വെറും സ്ത്രീകളെന്ന ഒറ്റ സംജ്ഞയുടെ കീഴിൽ അദൃശ്യരാക്കി നിർത്തുന്ന വലിയൊരു അനീതിയെ കുറിച്ചാണ് ആ കവിതയുടെ ആ ഒരു ചൂണ്ടുവിരൽ ചെന്ന് നിൽക്കുന്നത്. സ്ത്രീകൾ സമൂഹത്തിൽ, ചരിത്രത്തിൽ ദൃശ്യരായി തുടങ്ങിയത് എന്നു മുതലാണ്. വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മളും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഈ നവോത്ഥാന കാലം എന്ന് നാം പറയുന്ന 1875 മുതൽ 1925 വരെയുള്ള ഒരു കാലഘട്ടത്തിന് മുൻപ് സ്ത്രീകളെ കുറിച്ചുള്ള ഒരു ഉയർന്ന ചിന്ത അല്ലെങ്കിൽ തീക്ഷ്ണമായ വേദനയോട് കൂടിയ ഒരു സാമൂഹ്യ ചിന്ത എവിടെയെങ്കിലും ചരിത്രഗതിയിൽ അടയാളപ്പെടുത്തപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അത് ഉദയഗിരിയിലാണ്. കാനൂനുകളിൽ മാത്രമാണ് ഇന്ന് മേരി റോയ് എന്ന് പറയുന്ന നമുക്കൊക്കെ അറിയുന്ന അരുന്ധതി റോയുടെ അമ്മയായ പ്രശസ്തയായ വനിത സുപ്രീം കോടതി വരെ പോയി പോരാട്ട വീര്യത്തോടെ നേടിയെടുത്ത പിതൃസ്വത്തിലെ അവകാശം മുതൽ ബാലവിവാഹങ്ങൾ തടസ്സപ്പെടുത്തുന്നത് വരെയുള്ള ഒരുപാട് പരിഗണനകൾ അല്ലെങ്കിൽ നിബന്ധനകൾ സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന ഒരു സാമൂഹ്യ രേഖ എന്ന് പറയുന്നത് ഞാൻ കണ്ടെത്തിയത് ഉദയനീരും സുനന്ദോസിലെ കാണുന്നതാണ്. അത് കഴിഞ്ഞാൽ ഒരു വലിയ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ജീവിതത്തിലാകട്ടെ സാമൂഹ്യ ജീവിതത്തിലാകട്ടെ വനിതകളെ കണ്ടെത്താനാവാത്ത ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ അവരെ അടയാളപ്പെടുത്താതെ പോയ ഒരു കാലഘട്ടത്തെ നാം ചരിത്രത്തിൽ കാണേണ്ടി വരുന്നു. കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഫാദർ നിമേഷ് അഗസ്റ്റിൽ കാട്ടാശ്ശേരി സ്വാഗതം ആശംസിച്ചു. സിനി ആർട്ടിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ ആർദ്ര മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂർ ഹാൻഡിക്രാഫ്റ്റ് ഓഫീസർ ശ്രീമതി ദർശന മുഖ്യപ്രഭാഷണം നടത്തി. നബാർഡ് DGM ശ്രീ സെബിൻ ആന്റണി, തൃശൂർ ലീഡ് ബാങ്ക് മാനേജർ ശ്രീ അജയ് EK, കിഡ്സ് അസോസിയേറ്റ് ഡയറക്ടർ റവറൻ ഫാദർ വിനു പടമാട്ടുമ്മൽ, കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ ശ്രീമതി ഷൈബി ജോസഫ്, മികച്ച സംരംഭകരായ ശ്രീമതി മീര, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ നിഖിൽ മുട്ടിക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. കിഡ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘം അംഗങ്ങളായ 240 വനിതാ സംരംഭകർക്കാണ് വിവിധ സ്ഥാപനങ്ങളിലൂടെ വായ്പ വിതരണം ചെയ്തത്. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ AGM ശ്രീ വേണുഗോപാൽ 1.5 കോടി രൂപയും കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീമതി റെമി TR 78 വനിതാ സംരംഭകർക്ക് 64 ലക്ഷം രൂപയും വിതരണം ചെയ്തു. ബാങ്ക് ഓഫ് ഇന്ത്യ മൂത്തുകുന്നം ബ്രാഞ്ച് മാനേജർ ശ്രീമതി സ്വാതി KS 5 SHG ഗ്രൂപ്പുകൾക്ക് 50 ലക്ഷം രൂപയും ഫെഡറൽ ബാങ്ക് മാനേജർ ശ്രീ അഖിൽ ബാബു 25 JLG ഗ്രൂപ്പുകൾക്ക് 50 ലക്ഷം രൂപയും വായ്പ നൽകി. ചടങ്ങിൽ മികച്ച വനിതാ സംരംഭകരെയും സ്വയം സഹായ സംഘങ്ങളെയും അവാർഡ് നൽകി ആദരിച്ചു. സ്ത്രീകളുടെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക പുരോഗതിക്ക് കിഡ്സ് സ്ഥിരമായി പ്രവർത്തിച്ചു വരുന്നതായി സംഘാടകർ പറഞ്ഞു. ജാതിമത ഭേദമന്യേ 7000-ഓളം സ്ത്രീകളും സമഗ്ര വികസനത്തിന് വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും കിഡ്സ് നടപ്പിലാക്കി വരുന്നു.